ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീന്ന് സ്റ്റാർട്ടാക്കാം. ഇന്ന് രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് വെറുതെ ഇരിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു പുറത്ത് പോവാം, കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, കുറച്ച് സാധനം വാങ്ങാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പുറത്ത് പോകാം, കാരണം എനിക്കും നാളെ ഹോസ്റ്റലിൽ പോകാനുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇതാ സ്കിൻ കെയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ പിൽഗ്രിമിൻ്റെ ഒരു ടീ ട്രീ ടോണറാണ് യൂസ് ചെയ്യുന്നത്. പുതിയ പിമ്പിൾസ് വരുന്നതിൻ്റെ ഇത് പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, ഇത് 40 രൂപക്ക് എങ്ങാണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ സുഡിയോന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ലിപ് ബാം ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്ത് ഡ്രൈ ആവാണ്ടിരിക്കാൻ മുന്നേ ഞാൻ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോക്സ്ടെയിലിൻ്റെ വൈറ്റമിൻ സി സിറം യൂസ് ആക്കുന്നുണ്ട്. അത് AM റൂട്ടിലാണ് ഞാൻ ഇത് യൂസ് ആക്കാറ്. ചിലപ്പോൾ ഞാൻ നൈറ്റും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഇത് എനിക്ക് പിമ്പിൾസൊക്കെ വന്ന് പോയതിന് ശേഷം ഉണ്ടാകുന്ന മാർക്കൊക്കെ ഫെയ്ഡ് ചെയ്യാനും മാർക്കൊക്കെ മാറ്റാനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് വൈറ്റമിൻ സി സിറം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഇതുപോലെ ചെറിയൊരു ഡ്രോപ്പാക്കി എടുത്തതിന് ശേഷം ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഫോക്സ്ടെയിലിൻ്റെ ചില പ്രൊഡക്റ്റ്സൊക്കെ ഞാൻ ഈയിടെയായിട്ട് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് സംഭവമാണ്. ഫോക്സ്ടെയിലിൻ്റെ ക്ലെൻസർ, സൺസ്ക്രീന്, അതുപോലെ വൈറ്റമിൻ സി സിറമൊക്കെ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് വർക്കായ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റീക്വലിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ ഒരു അറിവിൽ ഓയിൽ സ്കിന്നിനും പെർഫെക്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഇത് ഓയിലി ടു സെൻസിറ്റീവ് സ്കിന്നിന് പെർഫെക്റ്റ് ആണെന്ന് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അബ്സോർബ് ആയതിൻ്റെ ശേഷം ഞാൻ പിന്നെ അതിന് ശേഷം ഫോക്സ്ടെയിലിൻ്റെ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അത് ഗ്ലോ സൺസ്ക്രീൻ എന്നാണ് അതിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ഒരു ഓയിലി മാതിരി നമുക്ക് കാണുമ്പോൾ തോന്നുമെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓയിലി ആയിട്ട് നമുക്ക് കൈമേൽ ഉണ്ടാവില്ല, നല്ലൊരു ഗ്ലോ ഫിനിഷ് ഉണ്ടാവും. പിന്നെ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കിന്ന് അൺഈവൻ സ്കിൻ ടോൺ ഉള്ളത് ഈവൻ സ്കിൻ ടോൺ ആക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ 2 ഫിംഗർ റൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2 ഫിംഗറിൽ ഇതുപോലെ എടുത്തതിന് ശേഷം മുഖവും ബാക്കിയുള്ളത് കഴുത്തിലും അപ്ലൈ ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലിപ്സ്റ്റിക്കിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ലിപ്സ്റ്റിക്ക് ഇടുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ലിപ് ബാമും മുന്നേ ഇട്ടതുകൊണ്ട് തന്നെ എല്ലാം ഏകദേശം ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് കഴിഞ്ഞ് 2 ലിപ്സ്റ്റിക്കാണ് ഇവിടെ നിന്ന് മിക്സ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഞാൻ ഇൻസൈറ്റിൻ്റെ കോഫി കമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഒരു ബ്രൗൺ ഷെയ്ഡാണ്. എൻ്റെ അറിവിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം എല്ലാവരും ഈ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ്. പിന്നെ ഞാൻ 2 ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്യുമ്പം ഇടുന്നൊരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റിൻ്റെ കോഫി കമാൻഡും, രണ്ടാമത് കളർ എലിക്സറിൻ്റെ റോസ് ഡസ്റ്റ്. അത് എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടിയതല്ല, എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഈ 2 ലിപ്സ്റ്റിക്ക് ഞാൻ ഇതുപോലെയാണ് ഞാൻ മിക്സ് ചെയ്യാറ്. കാരണം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പം രണ്ട് സൈഡിലും, അതായത് മേലുള്ള ചുണ്ടിലും താഴെ ചുണ്ടിലും ഒരേ കളറിൽ കിട്ടും. അപ്പം നല്ലൊരു കളറാവും. പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് ജസ്റ്റ് സൈഡിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് ബാക്കി സ്ഥലങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് അങ്ങനെയാണ് ഇടാറുള്ളത്. പിന്നെ ഞാൻ ജസ്റ്റ് ആക്സസറി ആയിട്ട് ഒരു വാച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഫയർ ബോൾട്ടിൻ്റെ ഒരു വാച്ചാണ് തോന്നുന്നുണ്ട്. ഓക്കെ, ബാങ്കിൾ ഞാൻ മുന്നിൽ വെച്ചിട്ട്, ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ അങ്ങനെ. അപ്പോൾ ഞാൻ ബാങ്കിൾ അങ്ങനെ മുന്നിൽ വെച്ചിട്ട് വാച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ കയ്യിലുള്ള ഒരു മോതിരം മറ്റേ വിരലിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും ഞാൻ മറ്റേ കയ്യിലിടുന്നതായിരുന്നു, പിന്നെ ടൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ കയ്യിലിട്ടതായിരുന്നു. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ബ്ലാക്ക് ജീൻസും ബ്രൗൺ ടീഷർട്ടും ബ്ലാക്ക് ഷോളും. അപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് ജസ്റ്റ് പുറത്ത് പോകാനല്ലോ, അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ മാറ്റിയിട്ടുണ്ടായിരുന്നു.
പിന്നെ അതൊക്കെ കഴിഞ്ഞ് താഴെ എത്തിയപ്പോഴാണ് പെർഫ്യൂമിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ അനിയൻ്റെ കബോർഡിൽ നിന്ന് കിട്ടിയൊരു പെർഫ്യൂം എടുത്തടിച്ചു. പക്ഷെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാനും ഉമ്മയും പുറത്തിറങ്ങി. അങ്ങനെ നല്ല ട്രാഫിക്കായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ഓഫീസിലേക്കാണ് നേരെ പോയത്. അവിടെ ഞങ്ങൾക്ക് പാസ്പോർട്ടിൻ്റെ ചില സംഭവങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ടായിരുന്നു. പക്ഷേ അന്നാണ് ശരിക്കും ഞങ്ങളെ പാസ്പോർട്ട് ഓഫീസ് ഇന്ന ലൊക്കേഷനിലാണ് ഇന്ന ഏരിയയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് എനിക്കറിഞ്ഞത്. അതിന് ശേഷം ഉമ്മൻ്റെ മിക്സി കപ്പ് നന്നാക്കാൻ കൊടുത്തത് പോയിട്ട് അത് നന്നാക്കി കൊണ്ടുവന്നു. അതിൻ്റെ ശേഷം ഞങ്ങൾ ATM നിന്ന് പൈസ എടുത്തതിന് ശേഷം റേഷൻ കടയിൽ പോയിട്ട് അരിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ പെട്രോൾ പമ്പിൻ്റെ അവിടെ എണ്ണ അടിക്കാൻ പോയി. അങ്ങനെ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് ഉള്ളൊരു കടയിൽ നിന്ന് ചായയും പലഹാരമൊക്കെ വാങ്ങി. അടിപൊളി വ്യൂവും നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തിട്ട് ചായയും കുടിച്ച് ഒരു മിഠായിയും വാങ്ങിയിട്ട് നേരെ ഉമ്മൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിൽ പോയി. ഉമ്മൻ്റെ ഏട്ടത്തിൻ്റെ വീടും അവിടെ നിന്ന് എണ്ണ അടിച്ച പെട്രോൾ പമ്പും ഏകദേശം ഒപ്പാണ്. അപ്പം അവിടെ ഉള്ളൊരു പൂച്ചയാണ് ദൈവൻ തക്കുടു. ഇവന് ആള് കാണുമ്പോൾ പാവമാണെങ്കിലും മിഠായി കൊതിയനാണ്. അപ്പം ഞാൻ ആ വാങ്ങിയ മിഠായി ഉണ്ടായിരുന്നല്ലോ, അത് ഇവനക്ക് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. പൂച്ചക്ക് മധുരം കൊടുക്കാൻ പാടില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ വെറുപ്പിക്കുന്നുണ്ട്, കുറേ എന്തൊക്കെയോ ഞാൻ കാട്ടുന്നുണ്ട്. അതിനാകെ ദേഷ്യം വന്ന് കാണിക്കുന്നുണ്ടില്ല. ഇങ്ങനെ കൈ വെച്ചിട്ട് ആക്കി കഴിഞ്ഞാൽ മാന്താൻ വരുന്നത്, അതുപോലെ കടിക്കാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം മിഠായിയൊക്കെ കൊടുത്തപ്പം പിന്നെ ആൾ സെറ്റായിട്ടോ. അങ്ങനെ അവനെ കുറേ വെറുപ്പിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മൂത്തമ്മാനോടും മൂത്താപ്പാനോടും എല്ലാവരോടും ടാറ്റയും ബായൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പോകാൻ നേരത്തെ ആൾ ഭയങ്കരമായിട്ട് ഇണങ്ങി. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് എനിക്ക് കൊണ്ടുപോകാനുള്ള പലഹാരങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ആലിഞ്ചുവോട് ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേക്കറി ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ പലഹാരങ്ങളൊക്കെ. അതൊക്കെ വാങ്ങിയാണ്ട് നേരെ വീട്ടിൽ ചെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഹോസ്റ്റലിലേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ വേറെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോപ്പ് പൊടി, പേസ്റ്റ്, അങ്ങനത്തെ ഒക്കെ പലഹാരവും പിന്നെ ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങിയത് ആണ് കേട്ടോ. ഞാൻ അപ്പോൾ വീട്ടിലെത്തിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്ക് എടുക്കാൻ മറന്നുപോയി, ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് വന്നിട്ടുള്ളൊരു കോലാണിത്. കുളിച്ച് വന്നതിന് ശേഷം ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗ്രേവിയും ഫ്രൈഡ് റൈസൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ. കാരണം ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കര വാല്യൂ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെ ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രേവിയും പിന്നെ ഫ്രൈഡ് റൈസൊക്കെ കൂട്ടിയിട്ട് നല്ല ഉഷാറാക്കി ഫുഡ് കഴിച്ചു. ഹോസ്റ്റലിൽ നിന്ന് പിന്നെ ഈ ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണോ എന്താ അറിയില്ല, ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഈ ഒരു ബത്തക്ക എന്ന് തന്നെയല്ലേ നിങ്ങളവിടെ പറയാം, ഞാനൊക്കെ ബത്തക്ക എന്ന് പറയാം. ഒരു ബത്തക്കയും അവിടെ ഉണ്ടായിരുന്നത്, അതും മുറിച്ചിട്ട് ഇതുപോലെ ഞാനും അനിയനും ഉമ്മയും കൂടെ കഴിച്ചു. ലാസ്റ്റ് ആയപ്പോഴാണ് വീഡിയോ എടുത്തില്ല എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ അതും വീഡിയോ എടുത്തിട്ട് അതും ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് റൂമിൽ ചെന്നപ്പോഴാണ് ഇത്രയും സാധനങ്ങൾ എനിക്ക് ബാഗിൽ പാക്ക് ചെയ്യാനുള്ള ഓർമ്മയും ഇത്രയും സാധനങ്ങളുണ്ടല്ലോ എന്നുള്ളൊരു ബോധം വന്നത്. സമയമാണെങ്കിൽ അപ്പം 10:30 ആയിട്ടുമുണ്ട്. പിന്നെ മനസ്സോടെ, കാരണം പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് പോകാനുള്ളതാണ്, 7:15 ട്രെയിൻ. അപ്പോൾ പിന്നെ എന്തൊക്കെയോ കാട്ടിയിട്ട് ഏകദേശം പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വലിയ പാക്ക് ചെയ്തതിന് ശേഷം പിന്നെ എൻ്റെ ടോട്ട് ബാഗ് എനിക്ക് പാക്ക് ചെയ്യാണ്ടായിട്ടുള്ളൂ. ഞാൻ ഇതുപോലെ ഡയറീസൊക്കെ ഇങ്ങനെ കൊണ്ടെടുക്കും കേട്ടോ. അതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഡയറീസൊക്കെ എനിക്ക് ജേണലെന്ന് പറഞ്ഞ് വാങ്ങും, പക്ഷേ ഞാൻ ജേണൽ എഴുതാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ബുക്ക്, ഇങ്ങനത്തെ ചെറിയ ബുക്കുകളൊക്കെ. പിന്നെ ഇതിൻ്റെ അത്യാവശ്യം വേണ്ട പൗച്ചുകളും പിന്നെ സ്കിൻ കെയർ ഐറ്റംസൊക്കെയാണ്. അങ്ങനെ പാക്ക് ചെയ്തതിന് ശേഷം ടോട്ട് ബാഗിലേക്കുള്ളതാണിത്. ഇതിൻ്റെ പൗച്ച്, പേഴ്സ്, ഇതിൽ ഞാൻ പൈസ, കാർഡ്, ATM അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കും. പിന്നെ ഇതിൻ്റെ ഹാൻഡ് മിറർ എന്ന് വേണമെങ്കിൽ പറയാം, അത് എമർജൻസി സിറ്റുവേഷൻസിൽ. പിന്നെ ഇതിൻ്റെ ഒരു സൺസ്ക്രീന്, പിന്നെ ബുക്ക്, പെന്ന്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ആ ബാഗിൽ വെക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ടിഫിൻ ബോക്സ്, ഒരു വാട്ടർ ബോട്ടിലും ആ ബാഗിലുണ്ടാവും. അത് കഴിഞ്ഞ് ബ്രഷിങ്ങിലോട്ട് പോയി. ബ്രഷ് ചെയ്യാണ്ട് കിടന്നുറങ്ങരുതെന്ന് ഉമ്മാൻ്റെക്ക് എന്നുള്ള നിർബന്ധം കാരണം ബ്രഷ് ചെയ്യുന്നതാണ്. ഹോസ്റ്റലിലെത്തി കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ സ്കിപ്പ് ചെയ്യാറുണ്ട്. അതും കഴിഞ്ഞ് എൻ്റെ സ്കിൻ കെയറിലോട്ട് പോവാണ്. ഇതെല്ലാം പാക്കിങ്ങും എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ഏകദേശം 11 മണി 11:30 ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം പിറ്റേന്ന് പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള സങ്കടവും രാവിലെ മുതൽ പുറത്ത് പോയതിൻ്റെ ക്ഷീണം, പിന്നെ ടൈം അത്രയായതിൻ്റെ ഉറക്കത്തിൻ്റെ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തതാണ്. ഞാൻ ചില ദിവസങ്ങളിൽ സ്കിപ്പ് ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ എല്ലാം സ്കിൻ കെയർ ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ചെയ്തു. സൺസ്ക്രീൻ ഒഴികെ ബാക്കിയെല്ലാം ഞാൻ രാവിലെ ചെയ്ത പോലെ തന്നെ ആയിരുന്നു. ടോണർ, സിറം, മോയ്സ്ചറൈസർ, പിന്നെ ലിപ് ബാം.
ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോയി. അപ്പോൾ ശരി, എല്ലാവർക്കും നാളെ കാണാം. ടാറ്റാ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.